മിണ്ടാതെ നോക്കൂ. സഞ്ജു ദർശനയുടെ കോൾ എടുത്തു. ഹലോ ഹലോ സഞ്ജു, വീട്ടിലെത്തിയോ? നല്ല തിരക്കി നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. വണ്ടിയുടെ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാം. ഇല്ലടോ, ബസ്സിലാ. എറണാകുളം എത്തുന്നതേ ഉള്ളൂ. ബസ്സിലോ? അപ്പൊ ബൈക്ക് എവിടെ? ഒന്നും പറയണ്ടടോ, ഇറങ്ങാൻ നേരത്ത് ടയർ പൊട്ടിക്കിടക്കുന്ന കണ്ടത്. അതുകൊണ്ട് ബസ്സിൽ പോരേണ്ടി വന്നു. ഓഹോ, ബസ്സിലായതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമായിരിക്കും അല്ലേ? ബൈക്കായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ചിരിയോട് ചോദിക്കുന്നുണ്ട്. ആ, ബോറടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റക്കല്ലടോ, എന്റെ കൂടെ അഭിരാമിയുണ്ട്. അവളെന്താ സഞ്ജുവിന്റെ കൂടെ? ദർശനയുടെ ടോണും. പിന്നെ ഇതിനെ കൂട്ടാതെ ചെല്ലാൻ പറ്റുമോ? ഞാൻ ആദ്യം കൂടെ വരണ്ടെന്നാ പറഞ്ഞത്. കുറച്ച് ദിവസത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ മിസ് ആവില്ലെന്ന് വെച്ചു. പിന്നെ എന്തോ പാവം തോന്നി, കൂടെ വരണമെങ്കിൽ വരട്ടേന്ന് വെച്ചു. പിന്നെ ചെന്നില്ലെങ്കിലേ അമ്മയും പ്രശ്നം ഉണ്ടാക്കും. രണ്ടും അടയും ചക്കരയാണല്ലോ. എന്നാൽ സഞ്ജു, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് വെച്ചാ അത് നേരെ ഇരുട്ടാകാനും പോകും. അവള് വെല്ലായ്മയോട് പറഞ്ഞു. എന്താ വെച്ചു? സഞ്ജുവിനെ അവള് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലായില്ല. അതൊന്നുമില്ല, ഞാൻ വെക്കുവോ? സഞ്ജു എത്തിയിട്ട് വിളിക്കാം. സഞ്ജു ഫോണ് കട്ടാക്കി നോക്കിയപ്പോഴേക്കും ഒരാൾ തോളിലിട്ട് മുഖവിട്ട് വരസി നിവർന്ന് എഴുന്നേറ്റിരുന്നു. എത്തിയോ? പാറിക്കിടക്കുന്ന മുടി മാടി ഒതുക്കിയുണ്ട്. അവിടെ ചോദ്യം. ഇല്ല, ഇനിയുണ്ട്. സഞ്ജു പറഞ്ഞു തീർന്നത്. ആമി ആണോ എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും അവന്റെ തോളിലേക്ക് എന്നെ ചായ. സഞ്ജു വെല്ലായ്മയോടെ അവൾ നോക്കി. ഇതെന്തൊരു സ്വഭാവം? കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞ നേരത്തെ. ഇതിപ്പോ തന്റെ മേലേന്ന് ഇറങ്ങുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അവൻ ദീർഘമായൊന്ന് വിശ്വസിച്ചു. എത്രയും പെട്ടെന്നൊന്ന് വീടെത്താൻ അവനും ആഗ്രഹിച്ചു. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങി കാക്കനാടേക്കുള്ള വണ്ടിയും പിടിച്ച് വീടെത്തുമ്പോ സമയം 7 മണി കഴിഞ്ഞിരുന്നു. 6 മണിക്ക് എത്തണമെന്നുള്ള പ്ലാനൊക്കെ വെള്ളത്തിൽ വെച്ച് വര പോലെയായി. ആ ഭംഗിയുള്ള ഇരുന്നല വീടിന്റെ ഗേറ്റ് തുറന്നതും ആമേ, സിനിയമ്മേ എന്നും വിളിച്ചുകൊണ്ടൊരു ഓട്ടം വരുന്നു. തൂക്കുവിളക്കിന്റെ കീഴിൽ അവരെയും കാത്ത് പടിയിലിരിക്കുന്ന സുഹാസിനി എഴുന്നേറ്റ് ഓടി വരുന്നവളെ ആശ്ലേഷിച്ചു. സഞ്ജു ഗേറ്റ് അടച്ച് തിരിഞ്ഞതും കാണുന്നത് ആ കാഴ്ചയാണ്. നല്ലതുപോലെ ക്ഷീണിച്ചു പോലൊരു പൊന്നുമോളെ, നീ ഒന്നും കഴിക്കുന്നില്ലേ അവിടെ? ആമയുടെ നെറുകെ തലോടി അവര് ചോദിക്കുന്നത് കേട്ട് അവൾക്ക് അവിടെ തിന്നാൻ മാത്രമേ നേരുള്ളൂ. സഞ്ജുവിന്റെ നാവിന്റെ തുമ്പിൽ തരിച്ചു നിന്നു. അയ്യോ, ഞാൻ ക്ഷീണിച്ചും സിനിമക്ക് വെറുതെ തോന്നുന്നതാണെന്നേ. പിന്നെ ഇത്രയും നേരം ഒരേ ഇരിപ്പ് വന്നതിന്റെ ഒരു വാട്ടം അതിന്റെ മുഖത്ത്. വിശക്കുന്നുണ്ട്. ആമി വയർ തടവിട്ട് ചുണ്ടു ചുളുക്കി. അവളുടെ കൊഞ്ചില് കേട്ട് സഞ്ജുവിന്റെ മുഖം ചൊളിച്ചു. അത് ശരി, ഇവിടെ വരെ എത്തണം നോക്കിയിരിക്കണം. അവൾക്ക് വല്ലതും വാങ്ങിക്കൊടുക്കാൻ വരുന്നില്ല സഞ്ജു? പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന എന്തിനാ? ഇവിടമ്മ സ്പെഷ്യൽ ഉണ്ടാക്കി കാണില്ലേ? സഞ്ജു ഗൗരവത്തോടെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഓ, വാദ്യാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അകത്തേക്ക് പോകുന്നവനെ നോക്കി ചുണ്ടു വക്കിച്ച ആമിയുടെ കയ്യിൽ സുഹാസിന് കുഞ്ഞെടുത്ത് അല്ലു വെച്ചു കൊടുത്തു. എന്റെ ചെക്കനെ നീ വല്ലാണ്ട് വട്ടു പിടിപ്പിക്കുന്നുണ്ടോ അബിക്കുട്ടിയെ? ആരെ? ഞാനോ? ഇപ്പൊ സിനിയമ്മയ്ക്ക് നല്ല സമയം ആയതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. ഇല്ലെങ്കി ഉണ്ടല്ലോ. ആമി അവരുടെ സാരിക്കരയിൽ വെളിവായ വയറിലൊന്ന് പിച്ചി. സുഹാസിനി അവളെ അടിക്കാൻ കൈ പൊന്തിച്ചു. ആമി ബാഗും വലിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കളഞ്ഞു. നമ്മൾ നാളെ തന്നെ പോവോ സിനിമ ഡ്രസ് എടുക്കാൻ? സ്ലാബിൽ കയറിയിരുന്ന് ഒരു പ്ലേറ്റിൽ അരിഞ്ഞു വെച്ച് പപ്പായ കഷ്ണങ്ങൾ വായിലേക്ക് ഇട്ടുകൊണ്ട് ആമി ചോദിച്ചു. നാളെ ദർശനമോളുടെ വീട്ടുകാരൊക്കെ അവിടെ വരും. നമ്മൾ അങ്ങോട്ട് ചെല്ലും. ഞാൻ വന്നത് ഇഷ്ടാവോ അവർക്ക്? ദർശന ചേച്ചിക്കെന്തോ എന്നെ ഇഷ്ടമല്ലാത്ത പോലെ പ്ലേറ്റിൽ കളം വരച്ചുകൊണ്ട് ആരോട് എന്ന പോലെ ആമി പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സുഹാസിനിക്കൊരു സംശയം. എനിക്ക് അങ്ങനെ തോന്നുന്നു സിനിമയെ. ആളൽപ്പം ജാടയാണ്. എന്നോട് ആ ചേച്ചി മിണ്ടുകയോ ചിരിക്കുകയോ ഇന്നവര് ചെയ്തിട്ടില്ല. അതിന് പെട്ടെന്ന് അവരുടെ സംസാരം കേട്ടുകൊണ്ടുവന്ന് സഞ്ജു ആമിയോട് ചോദിച്ചു. ആമി കൈവിടൽ നുണഞ്ഞുകൊണ്ട് അവനെ വീഴ്ച നോക്കി. ഇവിടെ വരുന്നവരൊക്കെ അഭിരാമിയെന്നൊക്കെ ചിരിക്കണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടോ? ദർശനേ ഒരു മെച്ചൂർഡായ പെൺകുട്ടിയാണ്. അപ്പൊ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ അല്പം മെച്ചൂരിറ്റി കാണിച്ചെന്നിരിക്കും. അല്ലാതെ എല്ലാവരും അഭിരാമിയെ പോലെ ലൂസ് ടോക്ക് അല്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എങ്ങനെ ഉദ്ദേശിച്ചാലും മറ്റുള്ളവരെ കുറിച്ച് മാറിയിരുന്ന് കുറ്റം പറയുന്നത് അതൊരു നല്ലൊരു ശീലമായിട്ട് തോന്നുന്നുണ്ടോ? സഞ്ജു അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആമി സ്ലാബിൽ നിന്നിറങ്ങി. സോറി സർ. കയ്യിലെ പാത്രം അവിടെ തന്നെ വെച്ചിട്ട് ആമി പറഞ്ഞു. പിന്നെ ആരെയും നോക്കാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിന്റെ ആവശ്യം എന്തായിരുന്നു സഞ്ജു? ആമിയുടെ പോക്ക് സങ്കടത്തോട് നോക്കിയിരുന്ന സുഹാസിനി മകളോട് ദേഷ്യത്തോട് ചോദിച്ചു. ഞാനതിന് പിണങ്ങി പോവാൻ മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ. ദർശന നാളെ എന്റെ ഭാര്യയാണ് ഇവിടെ വന്ന് കയറേണ്ടവളാണ്. അവളെ പറ്റി മോശം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഭാവഭേദം കൂടാതെ തീർത്ത് പറഞ്ഞുകൊണ്ട് കാച്ചി വെച്ചൊരു പപ്പടം എടുത്ത് കടിച്ച് സഞ്ജു പുറത്തേക്ക് പോയി. ഇന്ന് കല്യാണ ഡ്രസ് എടുക്കാൻ പോകേണ്ടത് കൊണ്ട് തന്നെ ആമയ്ക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു.
സഞ്ജു ആണെങ്കിൽ വെളുപ്പിനെ എഴുന്നേൽക്കുകയും ജോഗിന് പോവാറൊക്കെ ചെയ്യാറുണ്ട്. അന്നും ജോഗിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ഉമ്മറത്തിരുന്ന് ചായ ഊതി കുടിക്കുന്നവളെ കാണുന്നത് 3/4 ബനിയനും ഇട്ടു. കാലുമടക്കുള്ള ഇരിപ്പൊന്ന് കാണണം. ആമിയും കണ്ടിരുന്നു അവൻ ഗേറ്റ് കിടന്ന് വരുന്നത്. പക്ഷെ കൂടുതൽ മൈൻഡ് ചെയ്യാനേ പോയില്ല. ഇന്നലെ വഴക്ക് പറഞ്ഞത് മുതൽ ഒന്നും ഉയർത്ത് നോക്കുന്നത് പോലും ഇല്ലായിരുന്നു. സത്യത്തിൽ എന്താണ് അവന്റെ പ്രശ്നം ആമിക്ക് മനസ്സിലായില്ല. ദർശന ചേച്ചി ജാടയാണെന്ന് പറഞ്ഞതാണോ? അതുള്ളതല്ലേ പറഞ്ഞുള്ളൂ. അതൊരു കുറ്റമായി തോന്നിയോ? സഞ്ജു അവളെ ഒന്ന് നോക്കിയിട്ട് ടീപ്പോയിലും ന്യൂസ് പേപ്പറോ അകത്തേക്ക് കയറിപ്പോയി. ആമിക്ക് എന്തൊരു സങ്കടം വന്നു. സിനിയമ്മയോടും ദർശന ചേച്ചിയോടൊക്കെ ചിരിച്ചു കുറച്ച് സംസാരിക്കുന്നുണ്ടല്ലോ, തന്നോട് മാത്രം എന്താ ഇത്രക്ക് വിരോധം? ഇനി ചിലപ്പോ ഞാനിവിടെ വന്നത് നിന്നൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അഭിമോളെ ചായ മുത്തിയിരിക്കാതെ പോയി കുളിച്ചേ, എന്നിട്ടേ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തരാം. അവരെപ്പോഴും വിളിച്ചിരുന്നു 10 മണിക്കുള്ളിലേ നമുക്ക് ഇറങ്ങണം. കയ്യിലൊരു ചട്ടകവുമായി സുഹാസിനെ അങ്ങോട്ട് വന്ന് പറയും. നിമിഷങ്ങൾ കൊണ്ട് ചിന്തകളെ കാറ്റി പാർത്തിക്കൊണ്ട് ആമി അകത്തേക്ക് ഓടി. 10 മണിക്കുള്ളിൽ മൂവരും ഇറങ്ങിയിരുന്നു. ആദ്യം ഡ്രസ് എടുക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാ പോയത്. അവിടെ അവരെക്കാൾ 5 മിനിറ്റ് മുന്നേ ദർശന ഫാമിലി എത്തിയിരുന്നു. സുഹാസിനെ ആമിയ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ സഞ്ജു ഇറങ്ങി കാറിൽ ഓക്കിയത് വന്നു. തന്നെ കണ്ട് ചുളിഞ്ഞ ദർശനയുടെ മുഖം സഞ്ജുവിനെ കണ്ട് വിടരുന്നത് നാണം പകരുന്നതും കണ്ട് ആമി ഒന്ന് പുച്ഛിച്ചു വിട്ടു. ദർശനക്ക് മാത്രമേ ആമിയുടെ കണ്ണുകടിയുള്ളൂ. അവളുടെ വീട്ടുകാർക്കെല്ലാം ആമിയെ ഇഷ്ടമാണ്. സമയം കളയാതെ എല്ലാരും ഡ്രസ്സ് എടുക്കാൻ കയറിയിരുന്നു. ചെക്കനും പെണ്ണും എടുത്തു കഴിഞ്ഞു. ആമിക്ക് സുഹാസിനിയ നല്ലൊരു സാരി നോക്കിയെടുത്തത്. പുടവെടുക്കാനും പറ്റും. ദർശനക്കൊപ്പം സഞ്ജു ഉണ്ടായിരുന്നു. ഗോൾഡ് എടുക്കാൻ പോയപ്പോഴും ഇരുവരും ഒരുമിച്ച് തന്നെയായിരുന്നു നടപ്പുരുക്കും. സഞ്ജുവിനോട് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന ദർശനെ കണ്ടപ്പോൾ ചെറുതല്ലാത്തൊരു കുശുമ്പ് ആമിക്ക് തോന്നാതിരുന്നില്ല. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നട്ടുച്ചയായി. എല്ലാവരും നല്ലൊരു റെസ്റ്റോറന്റ് കയറി ഭക്ഷണം കഴിച്ച് തിരികെ പോകാനായി ഇറങ്ങി. പക്ഷെ ദർശനക്ക് സഞ്ജുവിനോടൊപ്പം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വീട്ടുകാരും. തിരികെ പോകുമ്പോഴേ ആമയുടെ തൊട്ടരികിൽ ദർശനയുണ്ടായിരുന്നു. ഇരിക്കുമോളെ, അമ്മയെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വീട്ടിലെത്തി അകത്തേക്ക് കയറിയ പാടെ സുഹാസിനി ദർശനയോടെ പറഞ്ഞു. അയ്യോ വേണ്ടമ്മ, ഇപ്പൊ തന്നെ വയറ് ഫുള്ളാണ്. വേണ്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചോറിട്ട് തരുമായിരുന്നല്ലോ അമ്മയുടെ മോൻ. അകത്തേക്ക് കയറി വരുന്ന സഞ്ജുവിനെ നോക്കി അവൾ പറഞ്ഞു. അവനൊരു കുഞ്ഞു പുഞ്ചിരിയോടെ മുകളിലേക്ക് നടന്നു. എന്നാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള സ്പേസ് വയറ്റിലുണ്ടാവുമല്ലോ. അതുണ്ട്, എന്നാലേ അത് മുകളിലേക്ക് കൊണ്ടുപോരട്ട. ഞാനേ സഞ്ജുവിന്റെ റൂമിൽ കാണും. ദർശന സഞ്ജുവിന്റെ പിന്നാലെ പാഞ്ഞു. ഹാമിയ സുഹാസിനി അടുക്കളയിലേക്ക്. മുറിയിൽ ഷർട്ട് മാറ്റിയായിരുന്നു സഞ്ജു. റൂമൊന്നും ലോക്കിയാതിരുന്നുകൊണ്ട് ദർശന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവൾ വരുന്നതൊന്നും അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. അലമാര തുറന്നു മാറ്റിയിട്ട് ഡ്രസ്സ് തിരികെ വെക്കുകയായിരുന്നു അവൻ. ദർശന പമ്മി പിന്നാലെ ചെന്ന് അവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു. സഞ്ജു ഒന്ന് വിറച്ചു. 1-2 ടീഷർട്ടിൽ അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്തു. ദച്ചു കണ്ണാടി ചില്ലിലൂടെ അവളുടെ പ്രതിബിംബം കാണേ അവൻ തിരിഞ്ഞു നിന്നവളെ നോക്കി. ഷർട്ടിടാത്ത മേലിൽ അവൾ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് അവന് ചാർലിയത് തോന്നി. സഞ്ജു അവളെ പിടിച്ചു മാറ്റി വേഗം ടീഷർട്ട് എടുത്തിട്ടു. എന്തിനാ ഇതെടുത്തിട്ടത്? അവന്റെ ടീഷർട്ട് പിടിച്ചു ദർശന പരിഭവിച്ചപ്പോ സഞ്ജു ഒന്നും മിണ്ടാതെ ചിരിച്ചതേ ഉള്ളൂ. ആ ചിരിയിൽ അവളും മയങ്ങി. ഇത്തവണ തന്റെ നെഞ്ചിലേക്ക് അവൾ ചേർന്ന് നിന്നപ്പോ സഞ്ജുവിന് വെപ്രാളം തോന്നിയില്ല. കല്യാണം നിശ്ചയിക്കാൻ പലതവണ അവളെ മുറി കയറിയിട്ടുണ്ട്. തന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഉമ്മ വെച്ചിട്ടുണ്ട്. അതിലൊരു പ്രശ്നം അവനില്ല. 1 മാസം കൂടി കഴിഞ്ഞു തന്റെ ഭാര്യ വേണ്ടവണ്. പക്ഷെ കുറച്ച് നേരത്തെ കാണിച്ചിട്ട് അരയ്ക്ക് മേലോട്ട് നഗ്നയായി മുന്നിൽ നിന്നതിന്റെ ചെറിയൊരു ചമ്മല. അത്രമാത്രം. 1 മാസം കൂടി കഴിഞ്ഞു. ഈ മുറിയെ എന്റെയും കൂടിയാ, ദർശന നാണത്തോടെ പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? സഞ്ജു അവളുമായി ബെഡിലിരുന്നു. അവളുടെ വിരലുകളെ പൊതിഞ്ഞു പിടിച്ചു. അവന്റെ നോട്ടത്തിന്റെ ആഴത്തിൽ അവളുടെ കവിളുകൾ ചുവന്നു. ദർശന മുഖം കുറിച്ചു. സഞ്ജുവിൽ ഒരടക്കി പിടിച്ച് ചിരി ഉണർന്നു. അത് ശരി, എന്നെ കളിയാക്കുവാണോ? ചുണ്ടു കുറിപ്പിച്ചുണ്ട് ദർശന അവനെ കിടക്കയിലേക്ക് തള്ളി അവന്റെ നെഞ്ചി കയറി കിടന്നു. സഞ്ജു അവളെ വീഴ്ച നോക്കി. ദച്ചു കളിക്കാതെ ഇറങ്ങിക്കേ. അവനവളുടെ തോളി പിടിച്ചു. അവന്റെ പെനിയനിൽ ചുഴറ്റിക്കൊണ്ട് അവന്റെ മുഖത്തിന് അഭിമുഖമായി വന്നിരുന്നു. അമ്മയോ ആ കുട്ടിയെ കയറി വരും. സഞ്ജു അവളെ ദയനീയമായി നോക്കി. ആരും വരില്ല. ദർശന അവന്റെ കവിളി തലോടി. സഞ്ജു 2 കൈകൾ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. പതിവിന് വിപരീതമായി അവന്റെ അതരങ്ങളെ ലക്ഷ്യം വെച്ചവള് ഇരുവരുടെയും നിശ്വാസം നനത്തു. ദർശന അവനിലേക്ക് താഴ്ന്നു വരുന്നത് കണ്ടതും എന്ത് സ്വീകരിക്കാൻ തയ്യാറായതുപോലെ സഞ്ജു കണ്ണടച്ചു.
ചേച്ചി ജ്യൂസ്. സഞ്ജുവിന്റെ ചുണ്ടിലേക്ക്. അവളുടെ ചുണ്ട് മുട്ടിയ നിമിഷമാണ് മുറിയുടെ വാതിലും തള്ളി തുറന്നുകൊണ്ട് ഹാമി അകത്തേക്ക് വന്നത്. സഞ്ജു പകച്ചുകൊണ്ട് ദർശനെ തള്ളി മാറ്റി എഴുന്നേറ്റു, ചുണ്ടു തുറച്ചുകൊണ്ട്. അവൻ ആമിയെ വല്ലാതെ നോക്കി. ആമിയും പകച്ചു പോയിരുന്നു. ഡോറ് ചാരി കിടക്കുന്ന കണ്ട ധൈര്യത്തോടെ കയറി വന്നത്. പക്ഷേ ആമി കയ്യിലെ ഗ്ലാസ്സിൽ മുറുക്കി പിടിച്ചു. അവരുടെ സുന്ദരമായ നിമിഷത്തെ തടസ്സപ്പെടുത്തിയത് അവൾക്ക് കുറ്റബോധം തോന്നി. അതിനേക്കാൾ ഉപരി ആമിയെ രൂക്ഷമായി നോക്കുന്ന ദർശനെ പേടിയോടെ നോക്കാനും മറന്നില്ല. സോറി ചേച്ചി, ഞാൻ അറിയാതെ. അഭിരാമി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ദർശന പെട്ടിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. ഈ ജ്യൂസ് തരാൻ എന്തിനാണെങ്കിലും മറ്റുള്ളവരുടെ റൂമിലേക്ക് വരുമ്പോ അറ്റ്ലീസ്റ്റ് ഡോർ നോക്കിയാണോന്നറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ അറിയാതെ പറ്റിപ്പോയതാണെന്ന്. ഹാമിക്കും ദേഷ്യം വന്നു തുടങ്ങി. സഞ്ജു രണ്ടുപേരെയും മാറി മാറി നോക്കി. സഞ്ജു, നീ ഇങ്ങനെയാണോ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടാളും ഈ റൂമിലുള്ള കാര്യം ഇവൾക്കറിയില്ലേ? നമ്മുടെ പ്രൈവസിയിലേക്ക് ഒരു മാനേഴ്സും ഇല്ലാതെ ഇങ്ങനെ ഇടിച്ചു കയറി വരുമോ? ദർശന സഞ്ജുവിനെ പിടിച്ച് കുലുക്കിക്കൊണ്ടാ ചോദിക്കുന്നത്. ഡോർ ലോക്ക് ചെയ്യേണ്ട മര്യാദ അത് നിങ്ങൾക്കും ഇല്ലേ? ഈ പെണ്ണുമ്പുള്ള ഹാമി പെറുപിറ വീണ്ടും എന്തോ ചാടിക്കയറി പറയാൻ പോയത്. സഞ്ജു ദർശനയുടെ കൈ പിടിച്ചു. വേണ്ടടോ, നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. സഞ്ജു, താൻ വെറുതെ ഇവളുടെ സൈഡ് പിടിക്കണ്ട. എല്ലായിടത്തും നിങ്ങളിങ്ങനെ കെട്ടി എഴുന്നള്ളിച്ചു നടക്കുന്നതിന്റെ കുഴപ്പം ഇവൾക്ക്. വലിഞ്ഞു കയറി വന്ന് ഇവിടെ താമസിക്കുന്നതും പോരാ, ഇത്രക്ക് അധികാരം കാണിക്കണം. ദർശന പ്ലീസ്. അവളുടെ വാക്കുകൾ ആമിയുടെ കണ്ണ് കലങ്ങി വരുന്നത് കണ്ടത് സഞ്ജു ദർശനെ തറപ്പിച്ചു നോക്കി. ആമി കയ്യിൽ കരുതിയ ജ്യൂസ് ഗ്ലാസ് അവിടെ കണ്ടൊരു ടേബിൾ വെച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ അഹങ്കാരം കണ്ടില്ലേ സഞ്ജു? ദർശന കൈ കെട്ടി ആമി പോയ വഴിയെ നോക്കി. എന്താടോ ഇത്? എന്തിനാ അങ്ങനെ പറഞ്ഞത്? സഞ്ജു വെല്ലായ്മയോട് ചോദിച്ചു. എങ്ങനെ പറഞ്ഞത്? അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകൾ അഭിരാമി. അവളിവിടെ വലിഞ്ഞു കയറി വന്നതല്ല ദർശന. ഞാൻ എന്റെ അമ്മയോ അതിന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതേ ഒരു ഔദാര്യമായിട്ടുമല്ല. ചുമ്മാ ആവശ്യമില്ലാതെ ഇതൊന്നും അമ്മ കേൾക്കാതിരുന്നത് തന്റെ ഭാഗ്യം. സഞ്ജുവിന്റെ മനസ്സിൽ അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ തെളിഞ്ഞു. കേട്ടെങ്കിൽ തന്നെ എന്താ? സഞ്ജുവിനെന്തിനാ അവളോട് ഓവർ സെന്റിമെന്റ്സ്? ഇന്നലെ സഞ്ജു അവളോടൊപ്പം യാത്ര ചെയ്ത് വന്നത് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നൊരു പുരുഷന്റെ കൂടെ തമാശക്ക് പോലും ഒറ്റടുത്തൊരു കൂടുകൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ദർശനയുടെ മുഖം വല്ലാതെ ഇരുന്നു. ആദ്യമായി അങ്ങനെ ഒരു ഭാവം അവൾ കണ്ടത്. സഞ്ജു ഷോക്ക് വെച്ചു. അതൊരു പാവം കുട്ടിയാ. സഞ്ജു വീണ്ടും പറഞ്ഞു. ആയിക്കോട്ടെ, അത് നമ്മളെ ബാധിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ദീർഘ നിശ്വാസത്തോടെ ദർശന ആ റൂമിൽ നിന്ന് പോയപ്പോൾ സഞ്ജു തലയിൽ കൈതാങ്ങി ബെഡിലിരുന്നു. ദർശന ഉച്ച കഴിഞ്ഞു കുറച്ചു നേരത്തിന് ശേഷം തിരികെ മടങ്ങിപ്പോയിരുന്നു. സഞ്ജു തന്നെ കൊണ്ടുപോയി ആക്കിയത്. ഹാമിയെ പിന്നീട് പുറത്തേക്ക് അധികാരം കണ്ടില്ല. രാത്രി അത്താഴത്തിന് നേരത്തു അഭിരാമിയുടെ കൈ കഴുകി കഴിക്കാൻ വന്നിരുന്നപ്പോ പതിവ് ചിലപ്പ് കേൾക്കാതിരുന്നത് കണ്ട് സഞ്ജു അതിശയത്തോട് ചോദിച്ചു. ഉറങ്ങിയാണെന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ ചെന്ന് നോക്കിയപ്പോ തലവേദനയാണെന്ന് പറഞ്ഞു. മുഖവും വല്ലാതിരിക്കുന്നു. ചിലപ്പോ ഇന്ന് യാത്ര ചെയ്യുന്നതൊക്കെ ആയിരിക്കും. സുഹാസിന് പറയുന്നുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല? കാലുവയറായിട്ട് കിടക്കാനാണോ ഉദ്ദേശം? അവൻ സംശയത്തോട് തിരക്കി. ഞാനേ പോയി വിളിച്ചിട്ട് വരാം. അമ്മ നിൽക്കും, ഞാൻ പോയി വിളിക്കാം. അവൻ ഇനി പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറണമല്ലോ എന്ന ചിന്തയിൽ സഞ്ജു കസേരയിൽ നിന്ന് എഴുതിട്ടു. ഡോറിൽ 1-2 തവണ മുട്ടേണ്ടി വന്നു സഞ്ജുവിന്. വാതിലും തുറന്ന് വീഴിച്ചു നിൽക്കുന്നവളെ സഞ്ജു ആദ്യം മൂടി നോക്കി. ഉറങ്ങിപ്പോയി. അവൻ എന്തെങ്കിലും ചോദിക്കും മുന്നേ കാമി മറുപടി പറഞ്ഞു. ഇയാൾക്ക് തലവേദനയാണ്? സഞ്ജു ചോദിച്ചു. ആണെങ്കിൽ അവളുടെ മുഖം വീർത്തു. എന്റെ കൈ ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിച്ചാൽ മതി. എനിക്ക് അതൊക്കെ നേരത്തെ എടുത്തു തന്നു, അതുകൊണ്ട് ആശ്വാസമുണ്ട്. ആമി വാതിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡിന്നർ കഴിക്കുന്നില്ലേ? ആമി അവനെ ഗൗനിക്കാതെ മുന്നോട്ടേക്ക് നടന്നു. സഞ്ജു വീണ്ടും അവൾ വിളിച്ചു. അഭിരാമി. അവൾ തിരിഞ്ഞു നോക്കി. എന്താണ് മട്ടില്? അതെ, ദർശന പറഞ്ഞെന്ന് അമ്മയോട് പറയരുത്. അവൾ അറിവില്ലാതെ പറഞ്ഞതാ, മനസ്സിൽ വെക്കരുത്. അറിവില്ലാതെ പറഞ്ഞതാണ്. അതെനിക്ക് മനസ്സിലായില്ല സാർ. കാരണം ദർശന ചേച്ചി ഭയങ്കര മെച്ചൂർഡായ ലേഡിയല്ലേ. ആരോട് എന്ത് പറയണമെന്ന് കൃത്യമായ ബോധ്യമുണ്ടല്ലോ. ഹാമി കളിയാക്കി പറഞ്ഞു. സഞ്ജുവിന് ഉത്തരം മുട്ടി. പിന്നെ സിനിയമ്മയോട് ഞാനൊന്നും പറയാൻ പോടില്ല. അത്രക്ക് ബുദ്ധിയില്ലാത്തവളല്ലേ ഞാൻ. മുന്നിൽ കിടന്നു മുടി പുറകിലേക്ക് വീഴ്ച എറിഞ്ഞിട്ട് കെമിയോടെ അവൾ നടന്നുപോയി. അവളുടെ മുടിത്തും മുഖത്തേക്ക് തഴുകി കടന്നുപോയപ്പോ സഞ്ജു ഈമ വെട്ടിച്ച് പിന്നിലേക്ക് ഒരടി വെച്ച് കളഞ്ഞു. അല്പം നേരത്തിന് ശേഷം താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു തട്ടഹസിക്കുന്നവളെ കണ്ടെത്തി. ഒരു മന്ദഹാസം അവന്റെ ചൊടിയിൽ വിരിഞ്ഞു. തുടരും.